തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്നേഹമേ, ജീവനേ സ്നേഹമേ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയട്ടെ 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 ചൊരിയട്ടെ. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ആത്മാവേ പരിശുദ്ധാത്മാവ് നിറങ്ങണമേ. സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. സകല മോക്ഷവാസിയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. പേരിന്റെ വിശുദ്ധന്മാരുടെ വിശുദ്ധകളോടും ചേർന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. അധരങ്ങൾ തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ജനകോടികളിലേക്ക് കർത്താവിന്റെ ശക്തി ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടട്ടെ. ഓ ദിവ്യ കാരുണ്യമേ, ഞങ്ങളുടെ മേൽ നിന്റെ കൃപ വർഷിക്കണമേ. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ആരാധന. പൂർണ്ണമായി സമർപ്പിച്ച് ആരാധന 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 ആരാധന. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ആരാധന 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 ആരാധന. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആത്മജ്വാല ശുശ്രൂഷയിലൂടെ ഒത്തിരിയേറെ ദൈവസ്നേഹം നമ്മുടെ പക്കലേക്ക് പകരുന്ന സമയം. ഇന്ന് ഈശോ നമ്മോട് പറയുന്നു, ഓരോ വ്യക്തികളും പ്രേക്ഷിതരായി തീരുവാനായിട്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതമായി തീരുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. വചനം തരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷ പ്രാപിക്കാനായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വയലുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ഇതൊരു ഉപദേശമല്ല, ഇതൊരു കൽപ്പനയാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. സർവ സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒരു ഉപദേശമല്ല, ഒരു കൽപ്പനയാണ്. ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ധാരാളം യുവതി യുവാക്കന്മാർ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുകയാണ്. വിശുദ്ധരുടെ വീരോചിതമായിരിക്കുന്ന പ്രവർത്തികൾ അവർക്ക് പ്രചോദനം നൽകുകയാണ്. എൻ്റെ മക്കളെ, സഭയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിനെ സ്വീകരിച്ചിട്ട്, മാമോദീസ സ്വീകരിച്ചിട്ട്, കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ട് എത്ര പേരെ നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് യേശുവിൻ്റെ സവിധത്തിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരുപക്ഷെ ആരെയും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരിക്കുക. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനം അടങ്ങിയിരിക്കുന്നത്. എന്തുമാത്രം ദൈവത്തോടും എന്തുമാത്രം മനുഷ്യനോടും നമ്മൾ ചേർന്നിരിക്കുന്നുവോ അതിനനുഗുണമായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ,
ഈശോയോട് ഒപ്പമുള്ള ഇരിപ്പ്, ഈശോയോടൊപ്പമുള്ള നടപ്പ്, ഈശോയോടൊപ്പമുള്ള കിടപ്പ്, ഈശോയോടൊത്തുള്ള സംസാരം, ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിനോടൊപ്പം ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല, യേശുവിനോടൊപ്പം നടക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല, യേശുവിനോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല, യേശുവിൻ്റെ കൂടെ പാർക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. ഇന്ന് ഈ വിശുദ്ധമായ നിമിഷത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു. ഒരു വിശുദ്ധനുണ്ടല്ലോ, ഫ്രാൻസിസ് സേവിയർ. പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു പറ്റം യുവജനങ്ങൾ വന്ന് ചോദിച്ചു, പിതാവേ, എന്തിനാ ഇത്ര തീഷ്ണതയോടുകൂടി പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതമായി തീരുന്നത്? ഫ്രാൻസിസ് സേവിയർ പുണ്യവാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? വെറുതെ ഇരുന്ന് ജീവിതം തുരുമ്പ് പിടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ യേശുവിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതെയായി തീരുന്നത്? കണ്ടോ കണ്ടോ ശ്രദ്ധിച്ചോ മക്കള്? വെറുതെ ഇരുന്ന് ജീവിതം തുരുമ്പ് പിടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ യേശുവിനായി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതെയായി തീരുന്നത്? ഇതാണ് വിശുദ്ധരുടെ മനോഭാവം. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധയായിരിക്കുന്ന മദർ തെരേസ ഒരു ഫ്ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിച്ചു, അമ്മേ, ഇത്രയും പ്രായമായിട്ട് അല്പം വിശ്രമിച്ചുകൂടെ? മദർ തെരേസ എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. എന്തൊരു കോൺഫിഡൻസ് എന്ന് നോക്കിയേ. എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കോർ എന്താണെന്ന് ചോദിച്ചാൽ ഈശോയോടുള്ള സ്നേഹം മനുഷ്യനോടുള്ള സ്നേഹമാണ്. ഈശോയോട് എന്തുമാത്രം നമ്മൾ അടുക്കുന്നുവോ അതിനനുഗുണമായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമുക്ക് തീക്ഷ്ണതയുണ്ടാകുക. എൻ്റെ മകളെ, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ അനുകരിക്കാൻ, ഈശോയെ അനുഭവിക്കാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. കിട്ടിയോ? ഈശോയെ സ്നേഹിച്ച്, ഈശോയെ അനുകരിച്ച്, ഈശോയെ അനുഭവിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തികളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. എങ്ങനെയാണെങ്കിൽ ഈശോയെ സ്നേഹിച്ച് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഒരു കുടുംബനാഥനായിക്കൊള്ളട്ടെ, ഒരു കുടുംബിനി ആയിക്കൊള്ളട്ടെ, ഒരു ഫാദർ ആയിക്കൊള്ളട്ടെ, ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, അവൻ്റെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുന്നത് എന്തുമാത്രം സ്നേഹത്തോടെ യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, എന്തുമാത്രം ആത്മാർത്ഥതയോടെ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ വെളിച്ചത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉന്നതമായ ബിരുദങ്ങൾ വലിച്ചെറിയുന്നു, ഉന്നതമായ ജോലികൾ വേണ്ടെന്ന് വയ്ക്കുന്നു, ഉന്നതമായ ശമ്പള നിരക്ക് വേണ്ടെന്ന് വയ്ക്കുന്നു, ഉന്നതമായ പദവികൾ വേണ്ടെന്ന് വയ്ക്കുന്നു, ഉന്നതമായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു, പാരമ്പര്യമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്തുകൊണ്ടാണ്? യേശു ഒരു വലിയ നിധിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, യേശു വലിയ നിധിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന ബിരുദങ്ങളും അവർക്കുണ്ടായിരുന്ന ജോലിയും അവർക്കുണ്ടായിരുന്ന ശമ്പള നിരക്കും അവരുടെ പദവിയും അവരുടെ പാരമ്പര്യം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാം വിട്ടുപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുകയാണ് ചെയ്യുന്നത്. സഭാ ചരിത്രത്തിൽ ഒന്ന് നോക്കിയേ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഒരു പ്രശസ്തമായ കോളേജിലെ പ്രൊഫസറായിരുന്നു. എന്നും ഇഗ്നേഷ്യസ് പുണ്യവാൻ പറയും, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വചനത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് എപ്പോഴെങ്കിലും കത്തിപ്പടരും. ഒരു നാൾ ഫ്രാൻസിസ് സേവിയർ തൻ്റെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ചു.
ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു. എന്നിട്ടോ തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷ വേലയ്ക്കായി വിട്ടുകൊടുത്തു. മദ്രാസിലും ഇന്തോനേഷ്യയിലും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ച് അനേകം മക്കളെ കർത്താവിൻ്റെ പക്കലേക്ക് അനയിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഒരു സൈന്യാധിപനായൊരു കമാൻഡറായിരുന്നു. ആ ജോലി വേണ്ടെന്ന് വയ്ക്കുകയാണ്. വിശുദ്ധ ജിയന്ന ഒരു ഡോക്ടറായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണവും അതിൽ നിന്ന് കിട്ടുന്ന വേതനവും വേണ്ടെന്ന് വെച്ച് യേശുവിൻ്റെ പിന്നാലെ നീങ്ങുകയാണ്. വിശുദ്ധനായ അംബ്രോസ് ഒരു രാജ്യത്തിൻ്റെ ഗവർണറായിരുന്നു. ഗവർണർ സ്ഥാനം ഒന്നും പ്രധാനപ്പെട്ടതല്ല എന്ന്. വിശുദ്ധ തോമസ് മൂർ ഹെൻറി എട്ടാമൻ്റെ ചാൻസലറായിരുന്നു. നല്ല പാരിതോഷികം കിട്ടുമായിരുന്നു, സുഖസമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം, നല്ല താമസ സൗകര്യം. പക്ഷേ തോമസ് മൂർ ഇങ്ങനെ കണ്ടെത്തുകയാണ്, ഈശോ ഏറ്റവും വലിയ നിധിയാണെന്ന് കണ്ടെത്തിയപ്പോൾ രാജാവിൻ്റെ മോശമായിരിക്കുന്ന കാര്യങ്ങളോട് സഹകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തലവെട്ടിക്കൊല്ലാനായിട്ട് തയ്യാറാകാണ്. വിശുദ്ധനായിരിക്കുന്ന തോമസ് മൂർ പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യ പ്രധാനപ്പെട്ടതാണ്, എൻ്റെ മകളോട് എനിക്ക് സ്നേഹമാണ്, എന്നാൽ ഇവരെക്കാൾ അധികമായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. ഇന്ന് നിനക്ക് നിന്റെ ജോലി ഉപേക്ഷിച്ചു നിന്റെ ബിരുദങ്ങൾ വേണ്ടെന്ന് വെച്ച് യേശുവിനെ അനുഗമിക്കാൻ സാധിക്കുമോ? യേശുവിനോടുള്ള സ്നേഹം, ആത്മാക്കളോടുള്ള സ്നേഹം, നിത്യരക്ഷയെക്കുറിച്ചുള്ള താല്പര്യം, നിത്യതയെക്കുറിച്ചുള്ള തീക്ഷ്ണത നമ്മൾ ഉണ്ടാകുമ്പോഴാണ് പ്രേക്ഷിത പ്രവർത്തനം കത്തിച്ചൊലിക്കുന്നത്. ഈശോയെയും മനുഷ്യാത്മാക്കളോടും ഉള്ള സ്നേഹം എവിടെ വറ്റുന്നുവോ അവിടെ എല്ലാ തരത്തിലുള്ള ഉത്സാഹമില്ലാതെയായിത്തീരും. ഒരു പുരോഹിതന് പുരോഹിത ശുശ്രൂഷയോട് താല്പര്യമില്ലാതെയായിത്തീരും. ഒരു സമർപ്പിത ജീവിതത്തോട് താല്പര്യമില്ലാതെയായിത്തീരും. ഒരു ശുശ്രൂഷകന് ശുശ്രൂഷ ജീവിതം ഭാരമായി തീരും. പ്രാർത്ഥിക്കാൻ, പരിത്യാഗം ചെയ്യാൻ, ഞെരുക്കം അനുഭവിക്കാൻ അവന് സമയം കിട്ടാതെയായിത്തീരും. മരണശേഷം കിട്ടാനിരിക്കുന്ന ആ സമ്മാനം അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു മറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം മോഹിക്കാതെ, വ്യവസ്ഥകൾ വയ്ക്കാതെ, ഭയമില്ലാതെ, ഒരു നല്ല വാക്കുപോലും പ്രതീക്ഷിക്കാതെ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തി കർത്താവിനെ അനുഗമിക്കുന്നതാണ് പ്രേക്ഷിത ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിനായി എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ പണം ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് തീരുമാനിക്കാം, യേശുവേ എനിക്കും തരണം. നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കളെ തേടുവാൻ ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഗോതമ്പ് മണി പോലെ ചതഞ്ഞരയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മെഴുകുതിരി പോലെ കത്തി പ്രകാശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ ജന്മം, എൻ്റെ ജീവിതം ഇതാ ഞാൻ വലിച്ചെറിയുന്നു. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഞാനും എൻ്റെ കുടുംബം ഇതാ ഇറങ്ങുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നല്ലൊരു പടയാളിയായി തീരാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതം, എൻ്റെ സമയം കർത്താവിന് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഈ വിശദമായ സമയത്ത് കൊടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ അറിയാത്ത ദേശങ്ങളിലേക്ക് ഞങ്ങൾ യാത്രയാകുന്നു. യേശുവിന്റെ സ്നേഹം അറിയാത്ത ഹൃദയങ്ങളിലേക്ക് ഞങ്ങളിതാ വചനവുമായി കടന്നു ചെല്ലുന്നു. വിശ്വാസത്തിന്റെ ദീപം തെളിക്കാൻ, ആത്മാക്കളെ തേടുവാൻ ഇതാ ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവേ, എല്ലാവരും ചേർന്ന് ആത്മാക്കളെ തരിക, സർവ്വതുമെടുത്തുകൊള്ളുക. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എന്താണ് ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം? യേശുവിൻ്റെ സ്നേഹം, ആത്മാക്കളോടുള്ള സ്നേഹം. മരണം വരെ, ഇന്ന് മാത്രമല്ല, എൻ്റെ മരണം വരെ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി, ആത്മാക്കളുടെ
സ്നേഹത്തെ പ്രതി അധ്വാനിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവരാജ്യം വളരുന്നത്. ഇന്ന് ദൈവരാജ്യം വളരുന്നില്ല, സുവിശേഷ വേലയിൽ തീക്ഷ്ണതയില്ല. കാരണം എന്തേ? ഈശോയോട് ആത്മാർത്ഥമായ സ്നേഹമോ ആത്മാക്കളോടുള്ള തീക്ഷ്ണതയോ നമ്മിൽ കുറയുന്നത് കൊണ്ടാണ്. നമുക്ക് രണ്ട് കരമുയർത്താം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചേൻ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേൻ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേൻ. വിശുദ്ധ കൊച്ചുദേശിയെ പോലെ, വിശുദ്ധ പാതിരേപ്പിയനെ പോലെ, വിശുദ്ധ വിയാനി പുണ്യവാനെ പോലെ ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചേൻ. യേശുവേ വചനം പറയുന്നു, നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെ പോലെ, ദൈവത്തെ സേവിക്കുന്ന പോലെ നിങ്ങൾ സേവിക്കണം. നിന്റെ ജോലി എത്ര നിസ്സാരമായിക്കൊള്ളട്ടെ, എത്ര ഉന്നതമായിക്കൊള്ളട്ടെ, കർത്താവിനെ ഓർത്ത് നിന്റെ കണ്ണുകൾ കർത്താവിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താൽ അറിയാതെ ദൈവരാജ്യം വളരും. പരിത്യാഗ പ്രവൃത്തികളിലൂടെ, സഹനത്തിലൂടെ, തോറ്റുകൊടുക്കുന്നതിലൂടെ, പരാജയപ്പെടുന്നതിലൂടെ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സാവധാനത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയുന്നു, വിളവധികം വേലക്കാരെ ചുരുക്കം. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ, സഹിച്ച് പ്രാർത്ഥിക്കാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ, പരിഹാര പ്രവൃത്തി ചെയ്ത് പ്രാർത്ഥിക്കാൻ. യേശുവേ, 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 യേശുവേ. വചനം പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുവിൻ. നീ ഇവിടെ ഇരുന്ന് ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചേൻ, എനിക്കൊരു പ്രേക്ഷിതനായി തീരണം, എനിക്ക് യേശുവിൻ്റെ വേല ചെയ്യണം, എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. എൻ്റെ പ്രേക്ഷിത വേലയിലെ പ്രയാസങ്ങൾ എനിക്ക് പ്രയാസങ്ങളല്ല എന്ന്, എൻ്റെ പ്രേക്ഷിത വേലയിലെ പ്രതിസന്ധി എനിക്ക് പ്രതിസന്ധിയല്ല എന്ന് എനിക്ക് മുമ്പേ യേശു കടന്നു വരുന്നുണ്ട്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. അവൻ പറഞ്ഞത് മുഴുവൻ എന്നിൽ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് ഇതാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി, ആത്മാക്കളുടെ സ്നേഹത്തെ പ്രതി കരമുയർത്തി കർത്താവിനെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കർത്താവിന്റെ വചനം പറയുന്നു, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. എന്തിന്റെ പിറകെയാണ് ഓട്ടം? ആരെ നോക്കിയിട്ടാണ് ഓടുന്നത്? എന്തിനു വേണ്ടിയാണ് നീ അധ്വാനിക്കുന്നത്? ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇന്നോളം നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇനി എന്ത് ചെയ്യും? തീരുമാനിക്കുക, ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുക, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക നിന്റെ ജീവിതത്തെ. നിന്റെ സമ്പൂർണമായ സമർപ്പണം ഇവിടെ നടക്കുന്നുവോ? ഒരുപക്ഷെ രക്തത്തിന് രക്തം കൊടുക്കാൻ, അധ്വാനത്തിന് അധ്വാനം കൊടുക്കാൻ, വിയർപ്പിന് വിയർപ്പ് കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ
നിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നീ വിജയം കൈവരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരം ഉയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭാഷാവരം കുട്ടികൾ ഭാഷാവരത്തിൽ കഥാനെ സ്തുതിക്കുക. യേശുവിനെ നോക്കിക്കൊണ്ട് കഥാനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കാലഘട്ടം എത്രയും ഞാൻ അധ്വാനിച്ചത് മുഴുവൻ വ്യർത്ഥമായെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പണം ചെയ്യുക. നിന്റെ കൈകൾ, നിന്റെ കാലുകൾ, നിന്റെ അധ്വാനം, നിന്റെ സ്വരങ്ങൾ, നിന്റെ കൃപകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവ രാജ്യത്തിന് വേണ്ടി ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഇതുവരെ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആത്മാക്കൾ വ്യഭിചാരശാലകളിലും മദ്യഷാപ്പുകളിലും വഴിയോരങ്ങളും നശിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു കൊച്ചു പ്രാർത്ഥന നടത്താൻ, ഒരു പ്രേക്ഷിതനായി തീരാൻ ഞങ്ങൾ ഇതാ കടന്നു വരുന്നു. കന്യകാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് തീക്ഷ്ണതയുണ്ടാക്കുവാൻ, ദൈവമേ വൈദികരിൽ തീക്ഷ്ണതയുള്ള അഭിഷിക്തരുണ്ടായി തീരുവാൻ, പ്രേക്ഷിതരായിരിക്കുന്ന മക്കൾ തീക്ഷ്ണതയോട് ജോലി ചെയ്യുവാൻ, വേതന നിരക്കുകളില്ലാതെ സമയപരിധികളില്ലാതെ കർത്താവിന്റെ പിന്നാലെ പോകുവാൻ നമുക്ക് തീരുമാനിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ മിഷൻ വയലേലകളിൽ ജോലി ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയുടെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷൻ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഫ്രിക്കൻ നാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമേരിക്കൻ നാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. UAE മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. കോയമ്പത്തൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉത്തരേന്ത്യൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ശക്തി വന്ന് നിറയട്ടെ. യേശുവേ കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകൾ കുത്താം. മുട്ടുകൾ കുത്തിക്കൊണ്ട് കർത്താവിന് മുട്ടുകൾ കുത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ നന്ദി. ഹല്ലേലൂയ കർത്താവേ നന്ദി. യേശുവേ നന്ദി പിതാവേ. സ്തുതി 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 നന്ദി. കർത്താവിനെ എല്ലാവരും സ്തുതിച്ചേൻ, ഹൃദയം തുറന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് നൽകുന്ന ഈ ശുശ്രൂഷ അവിടുന്ന് സ്വീകാര്യമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങൾ നിറയട്ടെ. കർത്താവേ നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി സുവിശേഷം പങ്കുവെക്കാനാണ്. വചനത്തിന്റെ സാക്ഷികൾ ഉണ്ടാകട്ടെ. വചന സാക്ഷികളെ കൊണ്ട് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. കർത്താവേ ഒരു സമൂഹം ഉണരട്ടെ, വൈദികർ ഉണരട്ടെ, സിസ്റ്റേഴ്സ് ഉണരട്ടെ. പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യാൻ ധാരാളം കുടുംബത്തിൽ നിന്ന് ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമേ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ യേശുവേ ആരാധന ആരാധന ആരാധന. കർത്താവേ ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവേ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവേ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഒഴുകണമേ. കർത്താവേ യേശുവേ എല്ലാ പാപികൾക്ക് വലിയൊരു മാനസാന്തരത്തിന് കൃപ നൽകണമേ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി എല്ലാ ഭവനങ്ങളിലേക്ക് നിറയട്ടെ. കർത്താവിന്റെ വലിയൊരു അത്ഭുതങ്ങളാണ് ഈ സമയം അനുഭവിക്കട്ടെ. കർത്താവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ദൈവത്തിന്റെ അഭിഷേകം നിറയണമേ. യേശുവേ ആരാധന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവ്വതുമെടുത്തുകൊള്ളുക.